ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാട്ടിൽ പുലി ഇറങ്ങിയ പുലിയെ കണ്ട് പേടിക്കുന്നവരാണ് പുലിയെ പുലിയാക്കുന്നത്. അതുപോലെ തോമസിനാണ് പണം നൽകുന്നതെങ്കിലും ഒരുപാട് തോമസുമാരറിയണം നമ്മൾ വീണ്ടും കളത്തിലിറങ്ങിയെന്ന്. നീ പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടവരൊക്കെ അറിയണം. ഞാൻ റെഡി. അയ്യേ, ഇതെന്താ ഇങ്ങനെ മുടി കെട്ടി വെച്ചിരിക്കുന്നേ? ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചോണ്ടാ സത്യാമ്മ സ്കൂളിൽ പോകുന്നത്. നമ്മള് സ്കൂളിൽ പോവല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ പോവല്ലേ. നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികൾ കണ്ണനെ കാണാൻ പോകുമ്പോ ഒരുങ്ങി സുന്ദരിമാരായിട്ട് വേണം പോവാൻ. ഇതഴിച്ചിട്ട് ഞാൻ കെട്ടിത്തരാം. ഇതൊക്കെ മതി സത്യാമ്മ, നമ്മൾ വണ്ടിയിലല്ലേ ഇരിക്കുന്നേ. അതുപോരാ, എന്റെ സത്യമോളെ, സുന്ദരിയായിട്ട് വേണം എന്റെ ഒപ്പം വരാൻ. എടോ പിള്ളേ, നമ്മൾ എന്തെങ്കിലും ഡ്രസ് ഉടുത്തോ ഉടുത്തില്ലയോ, ഈ മുണ്ടും ഷർട്ടും തമ്മിൽ ചേരുന്നുണ്ടോ, അതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ വേണേ ഉടുത്തു വരാം. അതാ ഇപ്പോഴത്തെ അവസ്ഥയേ. രാഘവേട്ടൻ എപ്പോഴും അങ്ങനെയൊക്കെ പറയാം. കുട്ടികളെ എപ്പോഴും നല്ല സുന്ദരിമാരായിട്ട് നടക്കണം. ഇപ്പൊ പോയി കണ്ണാടി നോക്കി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയാലോ. പോയിട്ട് വാ. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇറങ്ങണ്ടായോ? ആരാ ഇരുന്നത്? നീയല്ലേ സത്യമോളുടെ മുടിയും കെട്ടിയിരുന്നത്? അതുകൊണ്ടല്ലേ ഇരുന്നേ? അല്ലടെ രോഹിത്തെ, ശ്യാമയും പപ്പി എവിടെ? അവരിതുവരെ വന്നില്ലല്ലോ. അല്ല, അവരിതുവരെ വന്നില്ലേ? അത് ഞാൻ വണ്ടിയിലെ ലഗേജ് ഒക്കെ എടുത്ത് വെക്കായിരുന്നു. ഞാനിപ്പോ വിളിക്കാം. പെട്ടെന്ന് വരാൻ പറ. കുട്ടികൾക്ക് പോകുന്ന വഴി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നും കൂടി പറ. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സത്യാമ്മേ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. പപ്പി, ശ്യാമേ. രാഘവേട്ട, മരുന്നൊക്കെ എടുത്തു വെച്ചോ? പിള്ളേ എടുത്തിട്ടില്ലേ? ഓ സാറേ, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മേ, നമ്മള് പോകുന്നില്ലെന്ന് ഉറപ്പാണോ? അതെ, നമ്മൾ പോകുന്നില്ല. പക്ഷെ എനിക്ക് പോണം. സത്യ പോകുന്നുണ്ടല്ലോ. ദേ പപ്പി, വെറുതെ വാശി പിടിച്ച നല്ല അടി വെച്ചു തരും ഞാൻ. ശ്യാമേ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? പപ്പി, ദേ സത്യമേ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. വേണ്ട, ഞാനും മോളും വരുന്നില്ല. എന്താ വരുന്നില്ലെന്നോ? എടി, നിങ്ങൾ രണ്ടുപേരും ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുക ഒരു താഴെ. ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാ വരുന്നില്ല, അത്ര തന്നെ. എങ്കില് നീ വരുന്നില്ലെങ്കിൽ വരണ്ട, മോളെ ഞാൻ കൊണ്ടുപോവാ. വാ മോളെ. അതെ, നിങ്ങൾക്ക് ഇവരെ കാണിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കാണോ? കുട്ടികളുടെ കാര്യത്തിലായാലും വലിയവരുടെ കാര്യത്തിലായാലും സത്യമ്മ കാണിക്കുന്ന ഈ വേർതിരിവ് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ചിലപ്പോ ഞാൻ പ്രതികരിച്ചു പോവും. വെറുതെ എന്തിനാ ഒരു പുണ്യസ്ഥലത്ത് പോകുമ്പോ വഴക്കും വെക്കാണോ ഒക്കെ? ക്ഷമേ, നീ വെറുതെ ഈ ബോധമില്ലാത്ത പെണ്ണുങ്ങളെ പോലെ സംസാരിക്കരുത്. പ്രാക്ടിക്കലായി ചിന്തിക്കേ. നമ്മളിപ്പോ ഇടഞ്ഞു നിൽക്കുന്നത് ബുദ്ധിയല്ല. എന്തൊക്കെ കാണിച്ചാലും പ്രവർത്തിച്ചാലും ചേർന്ന് നിൽക്കുന്നത് തന്നെയാ നല്ലത്. സത്യമേ പിണക്കാതിരിക്കുക. അപ്പോ നമ്മളിവിടെ IAS കാരിയുടെ അടിമയായിട്ട് കഴിയണമെന്നാണോ രോഹിത് പറയുന്നത്? നമ്മുടെ കാര്യങ്ങൾ നേരാവണ്ണം നടക്കുന്നതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിനിടയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളത് മൈൻഡ് ചെയ്യാനേ പാടില്ല. എടി, നിനക്കറിയാലോ, ഒരു 3 മാസത്തിനകം എന്റെ ഫ്രണ്ട് എനിക്ക് വിസ അയച്ചു തരും. പക്ഷേ കുറച്ച് കാശിനാവശ്യമുണ്ട്. സത്യാമ്മയോട് ചേർന്ന് നിന്നാ എനിക്ക് ആ വിസയുടെ പണം കൊടുക്കാൻ പറ്റും. എനിക്ക് ആ ജോലിക്ക് പോകാനും പറ്റും. ഈ വന്നിരിക്കുന്ന ഓഫർ കളയാതെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ. രോഹിത്, എടി, മറ്റൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എനിക്ക് കിട്ടാൻ പോകുന്ന ജോലി അത് മാത്രം നീ ഓർത്താ മതി. എന്ന് വെച്ച് ഞാൻ ഇവിടെ അവര് അമ്മയുടെ മരുമകളുടെയും കുത്തുവാക്കി കേട്ട് കിടക്കണോന്നാ? രോഹിത് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ടിപ്പോ പറഞ്ഞോണ്ട് വരുന്നത് നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പോണോന്ന്. രോഹിത്തിന് മനസ്സിലാവുന്നില്ല. ശമേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സത്യാമ്മ പറയുന്നത് അനുസരിക്കാനേ എനിക്കിപ്പോ നിർവാഹമുള്ളൂ. നീ വരുന്നെങ്കിൽ വാ,
ഞാൻ വരുന്നില്ല. വേണമെങ്കിൽ മോളെ കൊണ്ടുക്കോ. വാ മോളെ, നമുക്ക് പോവാം. വാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? അമ്മേ അമ്മ വാ. ഞാൻ വരുന്നില്ല, പോ. മോള് വാ മോളെ. അമ്മ വാ അമ്മേ. അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, മോള് വാ. നമ്മൾ ഇന്ന് തന്നെ വരുമോ അച്ഛാ? ആ, അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. പോരെ? ആ മതി മതി. മോള് വാ. ശ്യാമ എവിടെ? ആ, ശ്യാമയ്ക്ക് വരാൻ പാടില്ലെന്ന്. ആ, എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ നമുക്കിറങ്ങാം. സത്യമ്മേ, സത്യമ്മേ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, മോൾക്ക് ഇതാ ഏറ്റവും ഭംഗിന്ന്. പപ്പി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നാ പിന്നെ ആ തോമസിനോട് കള കാശും തന്നേക്കോ, ഞാൻ കൊടുത്തേക്കാം. അതെന്തായാലും നന്നായി. ഇത് നമ്മുടെ ബിസിനസിന്റെ 2ാം വരവല്ലേ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണ്ടുവോളം നമുക്കുണ്ടാവും. ഞാൻ ആ പൈസ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഒടുവിൽ നീ അങ്ങനെ തീരുമാനത്തിലെത്തിയല്ലേ? ഒന്നേന്ന് തുടങ്ങണം. പഴയ കുറ്റികളെ ഒന്ന് തപ്പിയെടുക്കണം. സത്യഭാമയും മകൻ വിഷ്ണു ഫീൽഡിൽ തിരിച്ചു വന്നു എന്ന് അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ജോലി ഒത്തിരിയുണ്ട്. നാട്ടിൽ പുലി ഇറങ്ങിയ പുലിയെ കണ്ട് പേടിക്കുന്നവരാണ് പുലിയെ പുലിയാക്കുന്നത്. അതുപോലെ തോമസിനാണ് പണം നൽകുന്നതെങ്കിലും ഒരുപാട് തോമസുമാരറിയണം നമ്മൾ വീണ്ടും കളത്തിലിറങ്ങിയെന്ന്. നീ പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടവരൊക്കെ അറിയണം. ദയാദാക്ഷിണ്യം ഇല്ലെന്നും മനസ്സിലാക്കണം. അവരത് ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ വിജയിക്കാൻ പറ്റൂ. ഒരിക്കൽ ആയുധം വെച്ച് കീഴടങ്ങിയവര് എന്നും ബലം നഷ്ടപ്പെട്ടു പോയെന്നും ബലക്ഷയം സംഭവിച്ചു പോയെന്നും നമ്മുടെ കക്ഷികൾക്ക് തോന്നരുത്.